നമസ്കാരം. പിലിഭത്തിൽ ഇനി വരുൺ ഗാന്ധി എന്ത് ചെയ്യും? കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പിലിഭത്തിലെ ജനങ്ങളോട് കണ്ണൂരിൽ കുതിർന്ന വികാരനിർഭരമായ ഒരു കത്ത് എഴുതി വെച്ചുകൊണ്ടാണ് വരുൺ ഗാന്ധി പിലിഭത്തിൽ നിന്നും വിടവാങ്ങിയത് എന്നുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ BJPയുടെ സീറ്റ് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ പിലിഭിത്തിൻ്റെ പുത്രനായിട്ടുള്ള വരുൺ ഗാന്ധി എന്ത് ചെയ്യുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും മത്സരത്തോട് ആഭിമുഖ്യമുള്ള വരുൺ ഗാന്ധി എന്ത് വില കൊടുത്തും ഒന്നുകിൽ പിലിഭിത്തിൽ അല്ലെങ്കിൽ അമേഠിയിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെ പറയാം. കാരണം അതിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. പക്ഷേ മകന് സീറ്റ് ലഭിച്ചതുമില്ല, എന്നാൽ അമ്മയ്ക്ക് സീറ്റ് കൊടുക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം BJP ഒരുക്കി വെച്ചപ്പോൾ നഷ്ടത്തിൻ്റെ കണക്കുകൾ നിരത്തി കണ്ണീരിൽ കുതിർന്ന കത്തെഴുതി വെച്ച് വികാരനിർഭരനായി ഈ വരുൺ ഗാന്ധി പിലിഭിത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ സുൽത്താൻപൂരിൽ നിന്ന് തന്നെ ഇപ്പോൾ വീണ്ടും മനേക ഗാന്ധി മത്സരിക്കുന്നു. സുൽത്താൻപൂരിൽ നിന്ന് തന്നെ മത്സരിക്കുവാനുള്ള അവസരം നൽകിയതിന് അവർ നരേന്ദ്രമോദിയോടും ഒപ്പം തന്നെ അമിത്ഷായോടുമൊക്കെ മാത്രമല്ല JP നദ്ദയോടുമൊക്കെ നന്ദി പറയുകയാണ് മനേക ഗാന്ധി. ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗമെന്നതിൽ വളരെയധികം സന്തോഷവതിയാണ് എന്നും അവർ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. മകൻ വരുൺ ഗാന്ധിയുടെ കാര്യത്തെക്കുറിച്ച്, വരുൺ ഗാന്ധി എവിടെയായിരിക്കും മത്സരിക്കുക അല്ലെങ്കിൽ വരുൺ ഗാന്ധിയുടെ കാര്യം അയാളോട് തന്നെ ചോദിക്കണമെന്നാണ് മനേക ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ 10 ദിവസത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് മനേക ഗാന്ധി എത്തിച്ചേർന്നത്. അപ്പോഴായിരുന്നു മനേക ഗാന്ധി മാധ്യമങ്ങളോട് ഇത്തരത്തിൽ സംസാരിച്ചത്. മകനും BJPയുടെ നേതാവുമായിട്ടുള്ള വരുൺ ഗാന്ധിക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ പിലിഭിത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മനേക ഗാന്ധി വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയത് എന്ന് പറയപ്പെടുന്നത് ഇത്രമാത്രമാണ്. വരുണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുണുമായി അല്ല, അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, അയാൾ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെ അദ്ദേഹത്തോട്, അതായത് വരുണിനോട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും ഒരു ചർച്ച ഉണ്ടാവുക. തിരഞ്ഞെടുപ്പ് വരെ എന്തായാലും അത്തരത്തിലൊരു ചർച്ച ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ് മനേക ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. ഇവിടെ BJPക്കാരിയാണ് എന്നതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും സുൽത്താൻപൂരിൽ നിന്ന് തന്നെ മത്സരിക്കുവാൻ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ വീണ്ടും അവിടെ ഒരു അവസരം ലഭിക്കുന്നതിൽ അതുകൊണ്ട് തന്നെ അതിന് നരേന്ദ്രമോദിയോടും അമിത്ഷായോടുമൊക്കെയുള്ള അവരുടെ നന്ദി അവർ അറിയിക്കുന്നുണ്ട്. കാരണം വളരെ വൈകിയാണ് അവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് എന്നുള്ളതാണ്. ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അതുവരെ പിലിഭിത്തിൽ നിന്നാണോ സുൽത്താൻപൂരിൽ നിന്നാണോ മത്സരിക്കേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം നിലനിന്നിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി ഇപ്പോൾ പാർട്ടി എടുത്ത തീരുമാനം എന്ന് പറയപ്പെടുന്നത് സുൽത്താൻപൂരിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അതിൽ സന്തുഷ്ടയാണ് എന്നും തന്നെയാണ് മനേക ഗാന്ധി പറയുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ടാണ് മനേക ഗാന്ധി സുൽത്താൻപൂരിലെ ജനങ്ങളെ കാണാനെത്തുന്നത്. ഏകദേശം 10 ദിവസത്തെ സന്ദർശനത്തിൽ മണ്ഡലത്തിലെ 101 ഗ്രാമങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട് മനേക ഗാന്ധിക്ക്. മണ്ഡലത്തിലെത്തിയ അവർ ശ്യാമപ്രസാദ് മുഖർജിയുടെയും കൂടാതെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെയും ഒക്കെ പ്രതിമകളിൽ പുഷ്പാർച്ചനകൾ നടത്തിയതിനു ശേഷം മാത്രമായിരുന്നു ബാക്കി മുന്നോട്ടുള്ള യാത്രകൾ നടത്തിയത്. ഒരു MP പോലും 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ചരിത്രമുള്ള മണ്ണാണ് സുൽത്താൻപുരി എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ആ സുൽത്താൻപുരിയിൽ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിലേക്ക് വീണ്ടും മത്സരിക്കാൻ എത്തുന്നതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടിയാണ് മനേക ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറയാം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുവാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നൽകാത്തതിനെ തുടർന്നാണ് വരുൺ ഗാന്ധി BJPയിൽ നിന്ന് രാജിവെച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പടർന്നിരിക്കുന്നു. അത് ഏത് തരത്തിലായിരിക്കും കാണുക എന്നറിയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിൽ നിന്നും മാത്രമല്ല അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് ക്ഷണം വന്നിരിക്കുന്നുവെങ്കിലും വരുൺ ഇതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നാലെ പിലിഭിത്തിലെ ജനങ്ങൾക്ക് തുറന്ന കത്തെഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ആ പടിയിറങ്ങിയിരിക്കുന്നത്. എൻ്റെ അവസാന ശ്വാസം വരെ പിലിഭിത്ത് മണ്ഡലവുമായും അവിടുത്തെ ജനങ്ങളുമായുമുള്ള ഒരു ബന്ധം അത് അവസാനിക്കില്ല എന്നും ആ ബന്ധം തുടരുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വളരെ വൈകാരികമായിട്ടാണ് വരുൺ ഗാന്ധി ഒരു കത്തൊക്കെ എഴുതി വയ്ക്കുന്നതും അത് നമ്മൾ ആ വാർത്തകളൊക്കെ കണ്ടതുമാണ്. കാരണം അദ്ദേഹം പിലിഭിത്തിൽ നിന്ന് മത്സരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പിലിഭിത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു വെച്ച ഒരു വ്യക്തിത്വമാണ് ഈ വരുൺ ഗാന്ധി എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അമ്മയ്ക്ക് സീറ്റ് ലഭിക്കുകയും അമ്മ അതിൽ സന്തുഷ്ടയാണ്. അതായത് മനേക ഗാന്ധിക്ക് സുൽത്താൻപൂരിൽ BJPയുടെ സീറ്റ് ലഭിച്ചതുകൊണ്ട് തന്നെ അവർ സന്തുഷ്ടയാണ്. എന്നാൽ മകന് സീറ്റ് ലഭിക്കാത്ത കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയുവാൻ അവർ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ വരുൺ ഗാന്ധിയുടെ യാത്ര എന്ന് പറയപ്പെടുന്നത് അത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനുള്ള യാത്ര തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഞാൻ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ വരുൺ ഗാന്ധിയുടെ യാത്ര എന്ന് പറയപ്പെടുന്നത് ഒന്നുകിൽ സമാജ്വാദി പാർട്ടിയോടൊപ്പം അല്ലെങ്കിൽ
കോൺഗ്രസിനോടൊപ്പം ഇതൊന്നുമല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഇങ്ങനെയുള്ള ഒരു നിലപാടിലായിരിക്കും വരുൺ ഗാന്ധി വരും ദിവസങ്ങളിൽ എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടൊന്നിൽ പിലിഭിത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, ഇന്ത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി മത്സരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, അവിടെ മത്സരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം മത്സരിക്കുവാൻ സാധ്യത കോൺഗ്രസിൻ്റെ, സമാജ്വാദിയുടെ, ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി അമേഠിയിലായിരിക്കും അദ്ദേഹം, അമേഠി നിയോജക മണ്ഡലത്തിൽ നിന്നായിരിക്കും അദ്ദേഹം തിരഞ്ഞെടുക്കാൻ പോവുക. അവിടെയായിരിക്കും അദ്ദേഹം ചിലപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്നത്. അതിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസും ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും ഒപ്പം ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഇന്ത്യ മുന്നണിയുമൊക്കെ ഇദ്ദേഹത്തിന് നൽകുമെന്നുള്ള ചില ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അത് പോകാനുള്ള സാധ്യതയില്ല. സുൽത്താൻപൂരിൽ നിന്ന് അമ്മ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പിലിഭിത്തിൽ നിന്നോ അല്ലെങ്കിൽ അമേഠിയിൽ നിന്നോ വരുൺ ഗാന്ധി തിരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്, ഒരുക്കുകയാണ് എന്ന് തന്നെ പറയാം.